ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പുറ വ്യൂ പോയിന്റിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇത് പാർട്സാണ്. അപ്പോൾ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണാത്തവർ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണുന്ന അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആക്ച്വലി നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിലാണ് കിടിലനായിട്ട് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സ്പോട്ടാണ്. ആ ഭാഗത്ത് വെള്ളം കുടിക്കാനൊക്കെ കാട്ടാന, പുലി, അതുപോലെ തന്നെ നമ്മുടെ മുതലക്കുട്ടന്മാരെയും പിന്നെ കരടിക്കുട്ടന്മാരെയും കാണാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സ്പോട്ടാണ്. എന്തായാലും നമ്മ വന്ന സമയത്ത് കാണാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും തിരിച്ചുമ്പോഴത്തേക്കും കാണുമ്പോൾ പ്രതീക്ഷിക്കാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നട്ടുച്ച സമയമാണ്, ഏകദേശം ഒരു 12:30 ഒരു ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള കൂളിംഗ് ആണ്, നല്ല കിടക്കാച്ചി തണുത്ത കാറ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്തത്. നല്ല വെയിലുണ്ടാവും, നല്ല വെയിലുണ്ടായിട്ട് പോലും നമുക്ക് യാതൊരു ചൂടും കിട്ടുന്നുണ്ടായില്ല. കാരണം ഇവിടെ ഇത്തിരി നല്ല ക്ലിയർ ആണ്, നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു കിടക്കാച്ചി സ്പോട്ട് തന്നെയാണ്. അപ്പം നമ്മൾ യാത്ര തുടങ്ങി നേരെ നമ്മുടെ വാൽപ്പാറയിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ലെഫ്റ്റ് കണ്ട് നമ്മുടെ ലോവർ ഷോലാർ ഡാമിൻ്റെ ഭാഗമാണ്. ആ ലേക്കൊക്കെ ലോവർ ഷോലാർ ഡാമിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളിത് വീണ്ടും വനത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഭയങ്കര കട്ട റിസ്ക്കാണ്, കാരണം നല്ല ഉൾക്കാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഒരു ഇതിലൂടെ KSEBിൻ്റെ ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ട്രൈബൽസ് കോളനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ഇൻസ്പെക്ഷൻ ബംഗ്ലാവും കാണുന്നുണ്ട്. നമ്മുടെ അമ്പലപ്പാറ IB KSEBിക്കാരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്തുള്ളതുകൊണ്ടായിരിക്കാം KSEB ലൈൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ താമസിക്കണമെങ്കിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, നമുക്ക് ഭാവിയിൽ ചെയ്യാൻ വേണ്ടി നോക്കാം. എന്തായാലും അപ്പോൾ ഇതുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നട്ടുച്ച സമയമാണ്, സമയം ഒരു 1-1:30 ആയിട്ടുണ്ട് പോലും. നോക്കിയാൽ നല്ല കിടിലൻ ഷെയ്ഡ്, യാതൊരു ചൂട്. ഇവിടെ നല്ല കിടുക്കാച്ചി തണുപ്പ് കാണുന്നുണ്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ റോഡ് നിറച്ചും ആനപ്പിണ്ടോണേ. ഇവിടെയൊക്കെ നിറച്ചും വാണിംഗ് ബോർഡ് ഉണ്ട്, ആനിമൽ ക്രോസിംഗ് സോൺ എന്നുള്ളത്. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ചു പോകുക കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മലക്കപ്പാറയുടെ ഭാഗത്ത് അടുത്തിട്ടുണ്ട്. ഇനി നിസ്സാര കിലോമീറ്റർ, ഇനി 19-18 കിലോമീറ്ററോളം ദൂരം കൂടെ ഉള്ളൂ. പക്ഷെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, നമ്മൾ സൂക്ഷിച്ചു പോയില്ല എങ്കിൽ പണി കിട്ടും. കാരണം റോഡ് അത്രയ്ക്ക് റിസ്ക് ആണ്. ഇവിടെയൊക്കെ റോഡ് വളരെ മോശം കണ്ടീഷനാണ് കേട്ടോ, നല്ല കണ്ടീഷൻ അല്ല റോഡ്. പക്ഷേ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും റോഡ് അത്ര നല്ല കണ്ടീഷൻ അല്ല. അപ്പോൾ ഇവിടെ നിന്നും ഉൾക്കാട്ടിലേക്ക് കയറാൻ കുറച്ച് പോക്കറ്റ് കാണും, നിൽക്കുന്നു. ആനച്ചാലാന്ന് തോന്നുന്നു. നമ്മളെ കാട്ടിനകത്ത് പ്രതീക്ഷിക്കരുത്, കാട്ടിനകത്ത് കയറുകയാണെങ്കിൽ ക്രൈമാണ്, അതുകൊണ്ട് കയറരുത്. നമ്മുടെ സേഫ് സോണാണ് നമ്മുടെ റോഡ്, ഇതിൽ കൂടെ മാത്രം പോവുക, കാട്ടിലോട്ട് ഉള്ളിലോട്ട് പോകരുത്. ഇപ്പോൾ ട്രക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഫോറസ്റ്റുകാരനെ നമ്മൾ ഈ കാട്ടിനകത്തോട് കൊണ്ടുപോകും. എന്തായാലും വാരച്ചാൽ ട്രക്കിങ് നമുക്ക് ഭാവി ചെയ്യാൻ നോക്കാം. എന്താ ഒരാൾക്ക് 1000 രൂപ ചാർജ് ചെയ്യുന്നത്, അത് ഫുഡ് അടക്കണേ. അതെന്തായാലും പൊളിയായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ നമ്മളുണ്ടാവും നല്ല ഷെയ്ഡ്, നോക്കിയാൽ നല്ല ഷെയ്ഡ്. നട്ടുച്ച സമയമാണ്, നിറച്ച് ആനപ്പിണ്ട്. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കിടുക്കാച്ചി ആനച്ചാലൂടെയാണ്. എന്തായാലും ഈ റോഡ് ടാർ ചെയ്യുന്ന സമയത്തും ആനപ്പിണ്ടം കിടപ്പുണ്ട്. അപ്പോൾ ഉറപ്പിച്ചോ, ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങളെ ഏത് നേരം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കാരണം റോഡിനകത്തുള്ള ആനപ്പിണ്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒത്തിരി ആനച്ചാലൂടെ കാണുന്നുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ ഉൾക്കാടിനകത്താണെങ്കിൽ തോന്നുന്നു, കാരണം മലക്കപ്പാറ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോകാം. അടിപൊളിയാണ്, നല്ല കിടുക്കാച്ചി തണുപ്പാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് തണുപ്പാണെങ്കിൽ അപ്പോൾ പുലർച്ചെ ഒന്ന് ആലോചിച്ചൊക്കെ 12 സമയത്ത്. എന്തായാലും 12 നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് കളയും. 12 സമയത്ത് കാര്യം കൂടുതലും വെളുപ്പിനി ഈ കാണുന്ന ഇവിടെയൊക്കെ നിറച്ചും മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം ഇത് നിശബ്ദമാകുമ്പോഴത്തേക്കാണല്ലോ കാട്ടുമൃഗങ്ങൾ കൂടുതലും കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക. പിന്നെ ചൂട് സമയം ആയതുകൊണ്ട് കാട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ടാവും. നിറച്ച് ആനപ്പിണ്ട്, നോക്കിയാൽ നിറച്ച് ആനപ്പിണ്ടും. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ മുതലക്കുട്ടന്മാരെ കാണാൻ പറ്റുന്ന കിടക്കാച്ചി സ്പോട്ടാണ്. മുതലക്കുളം എന്ന് പറയും, ആക്ച്വലി കുളമല്ല, ലേക്കാണ്. നമ്മുടെ ലോവർ ഷോലാർ ഡാമിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ആ ലേക്ക്. എന്തായാലും അടിപൊളിയാണ്. ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനാണ് കൂടുതലും മൃഗങ്ങൾ ക്രോസ് ചെയ്യാറുള്ളത്. എന്തായാലും നമ്മ വന്ന സമയത്ത് ആനക്കുട്ടനെ കണ്ടായിരുന്നു, നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിലുണ്ട്. എന്തായാലും വേറെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വെയിലായി, മരം മാറിയപ്പോൾ നല്ല ചൂടുണ്ടാവും. പക്ഷേ ഇവിടെ സെക്കൻഡ്സിനാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തണുപ്പായി, പിന്നെയും ചൂടായി. കാരണം നല്ല കൂളിംഗ് ആണ് ഇതിനകത്തുണ്ട്, ഞാൻ പറയാൻ പറ്റില്ല. നട്ടുച്ചയ്ക്ക് നല്ല കൂളിംഗ് ആണെങ്കിൽ അപ്പോൾ പുലർച്ചെയും രാവിലെയൊക്കെ ഒന്ന് ആലോചിക്കുക, പൊളിയായിരിക്കും. എൻ്റെ അഭിപ്രായം പറയുന്നത് നമുക്കൊരു വെളുപ്പിന് 6 മണിക്ക് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലേക്ക് ചെക്കിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അപ്പോഴേയും കൂടുതലും കാട്ടുമൃഗങ്ങളെ കാണാൻ ചാൻസ് കൂടുതൽ എൻ്റെ കണക്കൂട്ടൽ. എന്തായാലും നമ്മൊന്ന് ഉച്ചക്കായിട്ട് ഒരാനിനെ കണ്ടുള്ളൂ. പക്ഷേ കുറച്ച് മുമ്പ് പോയ ആൾക്കാർ പറഞ്ഞത് ഒരു 8 എണ്ണം ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ ലേറ്റായി പോയായിരുന്നു എത്താനായിട്ട്. അപ്പോൾ ഇതാ നമ്മളൊരു കിടക്കാച്ചി സ്പോട്ട് കണ്ടതാണ്. അവിടെ ഈ വീട് കാണുന്നുണ്ടല്ലോ, അത് ഫോറസ്റ്റുകാരുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയും. പക്ഷേ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. റേഞ്ച് കിട്ടുന്നത് വോഡാഫോണിനും പിന്നെ BSNLനും മാത്രം.
അപ്പോൾ ഇവിടെ ഇപ്പോഴും റോഡ് വർക്കാന്ന് തോന്നുന്നു, ചെറിയൊരു ബ്ലോക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലക്കപ്പാറ റോഡ് പണി കാരണം നമ്മളെ ഒന്ന് ബ്ലോക്കായിട്ടുണ്ട്. കുറച്ചേരൂടെ വെയിറ്റ് ചെയ്യേണ്ട ഒന്നായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ, നടന്നു നോക്കണം ഇപ്പം കഴിയോ ഇല്ലെന്നുള്ളത് കണ്ടറിയാം. അപ്പം നമ്മളിതാ മലക്കപ്പാറ വാരപ്പാറ ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ വാരച്ചാൽ അതിരമ്പള്ളി കാട്ടിലൂടെ നടക്കണേ മലക്കപ്പാറ പോകുന്ന റോഡിൽ. ഇവിടെ റോഡ് വർക്ക് കാരണം കുറച്ചേരം നമുക്ക് ബ്ലോക്ക് ആയിരുന്നു. അതേനാ അപ്പോൾ ഇവിടുത്തെ റോഡ് വർക്കാണ് കണ്ടിരിക്കണത്. ആക്ച്വലി റോഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമ്മളതിലെ കടത്തി വിട്ടായിരുന്നു. ലേറ്റസ്റ്റ് മെഷീനാണെന്നുള്ള കംപ്രസറാണത്. കംപ്രസറാണ്. അപ്പം നമ്മൾ ചുമ്മാ നടന്നു നോക്കണേ. ഇവിടെ റോഡൊക്കെ പൊട്ടിപ്പോൾ നോക്കണ്ടേ. ആക്ച്വലി വണ്ടികളോളം ഇത് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ല, ടൈം എടുക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ തെറ്റാവില്ല. അപ്പോൾ ഇവിടെ റോഡ് വർക്കിംഗ് ആണ്, കണ്ടല്ല നല്ല പൊളി രീതിയിലുള്ള ടാറിങ് ആണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. നമ്മളെ റോഡ് ഓപ്പൺ ആയി കിട്ടി ഇതാ പോകുന്നു. ആക്ച്വലി നമ്മുടെ ഈ റോഡ് ടാറിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തോളം എന്നാണ് അറിയാൻ പറ്റായിരുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് കോൺട്രാക്ടർ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് പെൻഡിങ് ആയി കിടന്നിട്ട് പറഞ്ഞത്. പിന്നെ കോൺട്രാക്ടർ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ഇപ്പോൾ ടാർ ചെയ്യണമെന്നാണ് അറിയാൻ പറ്റിയായിരുന്നത്. 1 കിലോമീറ്ററിന് ഏകദേശം 1 കോടി രൂപയാണ് ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ടാറിങ് നല്ല കിടുക്കാച്ചി ലെവലാണ് കേട്ടോ, അത് പറയാൻ പറ്റില്ല. പക്ഷേ വർക്കൊന്നും സ്പീഡിൽ കഴിയുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ദയവായി ഒന്ന് കറക്റ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അടിപൊളി റോഡായിരിക്കും. കണ്ടോ, നല്ല കട്ടി തന്നെ ടാർ ചെയ്യുന്നത്, ഉഡായിപ്പ് ടാറിങ് ഒന്നും അല്ല, നല്ല ലേറ്റസ്റ്റ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന കൊടുങ്കാട്ടിലൂടെ ഉണ്ടാകും. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ മലക്കപ്പാറ അടുത്ത് തരാറുണ്ട്. എന്തായാലും ഇവിടുത്തെ റോഡ് ഇപ്പോൾ ടാർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ ആനപ്പിണ്ടം കിടപ്പണം കാണാനും പറ്റും. അപ്പോൾ സെക്കൻഡ്സിലാണെന്നാണ് ആന ക്രോസ് ചെയ്ത് പോകുന്നത്. എന്തായാലും അതൊരു പൊളി. നമുക്ക് എന്തായാലും ഇതുവരെയായിട്ട് ആനേനെ കിട്ടിയിട്ടില്ല കേട്ടോ. ആനേനെ കിട്ടിയത് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിലുണ്ട്. ഒറ്റാനെയാണ് കണ്ടുവച്ചത്, പക്ഷേ കൊമ്പനുണ്ടായില്ല, പിടിയാനായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മളിതാ പോയി കണ്ട. ഇവിടെയൊക്കെ അടിപൊളിയാണേ. ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇത്രയും വണ്ടി അടുപ്പിച്ച് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും കാണലായിരുന്നു. ഇപ്പം നമ്മുടെ സൈഡ് കടത്തി വിട്ടായിരുന്നു, അടുത്ത സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കണ്ട. ടാറിങ് നോക്കിയേ, നല്ല അടിപൊളിയല്ലേ. പിന്നെ അപ്പം തന്നെ ഇലകളൊക്കെ വീണിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഷെയ്ഡാണ്, ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡ്. അപ്പം നമ്മൾ ഓവർടേക്ക് ഒരു ബൈക്കാരൻ കയറിപ്പോയി, അടിപൊളി.
എന്തായാലും അടിപൊളിയാണ്. നട്ടുച്ച ചൂടത്ത് പോലും നല്ല കിടിലൻ തണുപ്പും നല്ല കിടിലൻ ഷെയ്ഡും അടിപൊളി തന്നെ കണ്ട, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ റോഡിന് ഇത്തിരി വീതി കുറവായതുകൊണ്ട് സൂക്ഷ്യം കണ്ടും പോവുക. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണത് കട്ട ആനച്ചാല് ഭാഗത്താണ്. ലെഫ്റ്റ് സൈഡിൽ കെനായിൽ പോലെ കാണുന്നുണ്ടായിരുന്നു. അതും ഡ്രൈ ആയിരുന്നു. മഴക്കാലത്ത് അറിയാൻ പറ്റത്തോടെയൊക്കെ വെള്ളം കിട്ടുമില്ല എന്നുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നല്ല ഡ്രൈ ആയിരുന്നു. നല്ല ചൂട് സമയമായിട്ട് പോലും ഇതിനകത്ത് തണുപ്പുണ്ട്. പക്ഷെ നല്ല വെയിലാണ്, നല്ല കിടിലം വെയിലാണ് ഉണ്ടായിച്ചോട്ടാ. എന്തായാലും അടിപൊളി. എന്തായാലും റോഡിങ് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ പൊളിക്കും. പക്ഷേ കംപ്ലീറ്റ് നല്ല റോഡല്ല കേട്ടോ, വളരെ മോശം റോഡ് ഉള്ള കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. ചോദിച്ചാൽ പറയാൻ പറ്റിയത് കംപ്ലീറ്റ്ലി ടാർ ചെയ്യുമെന്നാണ്. പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കാൻ വയ്യുന്നതുകൊണ്ടാണ് വർക്ക് ഡിലേ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ മഴ സമയത്തും വർക്ക് സ്റ്റോപ്പ് ആവും. എന്തായാലും ഓൾമോസ്റ്റ് 3 കൊല്ലത്തോളമായി നമ്മൾ ഈ ടാറിങ് തുടങ്ങി. ആലോചിച്ച് നോക്കണം, വെറും 50 കിലോമീറ്റർ താഴെയുള്ള റോഡാണിത്. നമ്മുടെ മലക്കപ്പാറയിൽ നിന്നും വാരച്ചാൽ വരെ ചെക്ക് പോസ്റ്റ് വരെ സാധാരണ 4 ദിവസം കൊണ്ടൊക്കെയാണ് 80-100 കിലോമീറ്റർ ടാറിയാണ് നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത്. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ കട്ട പോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാട്ട് പഠിച്ച് വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, പറ്റുമെന്ന് ഫ്രണ്ട്സിനോടൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടി കാണാം.